ചെക്ക് മടങ്ങുക, ചെക്ക് ബൗൺസ് ആവുക എന്നൊക്കെ നാം കേൾക്കാറുണ്ട്. എന്താണ് ഇതിൻ്റെ നിയമപ്രശ്നങ്ങൾ? പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ് സംസാരിക്കുന്നു. ലോ പോയിന്റ്. വക്കീലെ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഒരു സുഹൃത്തിന് എൻ്റെ ക്ലയൻ്റ് ഒരു ചെക്ക് കൊടുത്തു, ബൗൺസ് ആയത്. ഇനി അത് പൈസ തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു നിയമ നടപടികൾ എങ്ങനെയാണ്? UAE എന്ന് പറയുന്ന രാജ്യത്ത് ചെക്കിനെ വിവക്ഷണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം എന്നുള്ളതാണ്. ചെക്കിന് അത്ര പവറുണ്ട് ഇവിടെ. അപ്പോൾ കാരണം ഇതൊരു ബിസിനസ് രാജ്യമാണ് അല്ലേ. UAE എന്ന് പറയുന്നത് ഒരു ബിസിനസ് കൺട്രിയാണ്. അപ്പോൾ അവിടെ ഈ ചെക്ക് വഴിയാണ് സാധാരണ ഇത്തരം ബിസിനസ്സുകളൊക്കെ നടക്കുന്നത് സ്വാഭാവികമായിട്ടും. അതായത് ക്യാഷ് കയ്യിൽ ക്യാരി ചെയ്ത് പോകാനോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനോ ഒന്നും ഇല്ലെങ്കിൽ 30 days, 20 days, 90 days PDCs ഒക്കെ വാങ്ങിച്ചിട്ടാണ് ബിസിനസ് നടത്തുന്നത്. അപ്പോൾ നമ്മളതൊരു വിശ്വാസമാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വാസമാണ്. അപ്പോൾ ചെക്ക് മടങ്ങുക എന്ന് പറയുന്നത് തന്നെ വിശ്വാസ വഞ്ചനയാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ പണ്ടെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ കോടതി പോകണം, പോലീസ് സ്റ്റേഷനിൽ പോകണം, കേസ് കൊടുക്കണം. അതിനുശേഷം അവിടുന്ന് കേസ് അവർ വന്നു, അവിടുന്ന് മടങ്ങിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സിവിൽ കോടതി പോകണം, സിവിൽ കേസ് കൊടുക്കണം. ലോങ് പ്രൊസീജിയറായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിനെ വളരെ ഷോർട്ടാക്കി. അതിനാണ് പുതിയ ഇത് ചെക്ക് എക്സിക്യൂഷൻ. അപ്പോൾ അതായത് ചെക്ക് കൊടുക്കുമ്പോൾ തന്നെ പൈസ കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് വാങ്ങിക്കുന്നത്. ആ മടങ്ങിക്കഴിഞ്ഞാൽ അത് വിശ്വാസവഞ്ചനയായി. അങ്ങനെ വന്ന കേസുകളിനകത്ത് ഇപ്പോൾ കോടതി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കോടതിയിലേക്ക് വരാം. നിങ്ങൾ പോലീസ് സ്റ്റേഷനിലൊന്നും പോകണ്ട, നേരിട്ട് കോടതിയിലേക്ക് വരിക. അതിന് പറഞ്ഞു കഴിഞ്ഞാൽ ചെക്ക് ബൗൺസായി, ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് എന്നുള്ള പേരിലാണ് ചെക്ക് ബൗൺസ് ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് കോടതിയിലേക്ക് വരിക. കോടതി അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അപ്പോൾ തന്നെ ട്രാവൽ ബാൻ ചെയ്യുന്നു ഓപ്പോസിറ്റ് തന്ന ആൾക്ക്. പിന്നെ അവരോട് പറയുന്നു നിങ്ങൾ ഈ പൈസ അടച്ചു തീർക്കണം. ജയിലിൽ പിടിച്ചിരുന്നില്ല, നിങ്ങൾ ഈ പൈസ അടച്ചു തീർക്കുക. അതിന് നിങ്ങൾക്ക് അവസരം വന്നിട്ടുണ്ട്. ജോലി ചെയ്ത് പുറത്തുനിന്ന് ജോലി ചെയ്ത് നിങ്ങളിത് അടച്ചു തീർക്കുക. പക്ഷേ മറ്റ് രാജ്യത്ത് നിന്ന് പുറത്ത് പോകാനായിട്ട് സാധിക്കില്ല. അത് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ആക്ടിവിറ്റീസിനെല്ലാം ബ്ലോക്ക് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ കുടുങ്ങുമല്ലോ. കൊടുത്തു തീർത്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതോ ഇപ്പോൾ പുതിയ നിയമമാണ് ചെക്ക് എക്സിക്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് ചെക്ക് വാങ്ങിക്കുന്ന പണ്ട് ആൾക്കാർക്ക് പലർക്കും പണ്ട് എടുത്ത് പറയേണ്ടത് 250 ഗ്രാം ചെക്ക്, 350 ഗ്രാം ചെക്കൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ അതൊക്കെ ആ ബിസിനസ്സിന് നന്നായി, അത് വളരെയധികം നല്ലൊരു പ്രോത്സാഹനം കിട്ടി. ബിസിനസ് ചെയ്യാൻ ആൾക്കാർക്ക് താല്പര്യമായി. കാരണം ഈ ചെക്ക് വാങ്ങി വെച്ച് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ റെഡി ക്യാഷ് കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ക്യാഷ് കിട്ടിയാൽ മാത്രമേ സാധനം കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ ക്യാഷ് നമുക്ക് ഇവിടെ സേഫാണ്, അത് കിട്ടുന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം ഈ നൂലാമാലകളെല്ലാം വേണ്ട. ജെനുവിൻലി പൈസ ഇല്ലാത്തത് കൊണ്ട് ചെക്ക് മുടങ്ങിപ്പോകുന്ന ആളുകൾക്കും സാവകാശം കിട്ടുന്നുണ്ട്. അതും ഒരു കാര്യമാണ്. അപ്പോൾ അവർ ചോദിക്കും ഞങ്ങൾക്ക് കുറച്ച് സാവകാശം വേണം, ഞങ്ങൾ എന്തായാലും തരും പൈസ, നിങ്ങൾ ട്രാവൽ ബാൻ ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ അത് കൊടുക്കാം, അല്ലെങ്കിൽ ട്രാവൽ ബാൻ ചെയ്തോളൂ, ഞങ്ങൾ പൈസ തന്നിട്ടേ പോകുന്നുള്ളൂ. അങ്ങനെ പല തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ അവിടെ. അപ്പോൾ ചെക്കിൻ്റെ ഇപ്പോൾ ചെക്ക് വാങ്ങിക്കുമ്പോൾ പൈസ കിട്ടും എന്നുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ്. അപ്പോൾ മുമ്പ് ക്രെഡിറ്റ് കൊടുക്കാത്ത കമ്പനികൾ വരെ ഇപ്പോൾ ക്രെഡിറ്റ് കൊടുത്തു തുടങ്ങി. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം. അപ്പോൾ ബിസിനസ്സിൽ തന്നെ അതൊരു നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. UAE-നകത്ത് ബിസിനസ്സിൽ തന്നെ അതൊരു ബൂമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.